എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ട ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള, അതായത് കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എയ്ഡഡ് കോളേജുകളിൽ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിലേക്കായിട്ട് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും ഓപ്ഷനുകൾ നൽകുന്നതിനും ഓൺലൈൻ അപേക്ഷയിൽ തിരുത്തൽ വരുത്തുന്നതിനും 1/2024 മുതൽ 10/2024 വരെ അവസരം നിർദ്ദേശങ്ങളാണ്. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്കുള്ള അപേക്ഷയിലേക്ക്, അതായത് എയ്ഡഡ് കോളേജിലെ ബിരുദ കോഴ്സുകളിലേക്കുള്ള കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ട ലിങ്ക് വഴി നിങ്ങൾക്ക് ജൂലൈ 1 തീയതി മുതൽ ജൂലൈ 10 തീയതി വരെ പുതിയ ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തവരും അഡ്മിഷൻ എടുത്ത ശേഷം കോളേജിൽ നിന്ന് TC വാങ്ങിയിട്ടുള്ളവരും അതുപോലെ പല ഘട്ടങ്ങളിൽ അഡ്മിഷൻ പ്രക്രിയയിൽ നിന്നും പുറത്തായവരും ഉൾപ്പെടെ എല്ലാവരും കമ്മ്യൂണിറ്റി കോട്ട ഓപ്ഷൻസ് നൽകിയാൽ മാത്രമേ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. അതിനുശേഷം കമ്മ്യൂണിറ്റി കോട്ട ലിങ്ക് വഴി നിങ്ങൾക്ക് ഏതൊക്കെ എയ്ഡഡ് കോളേജിലാണ്, അതായത് ആർട്സ് ആൻഡ് സയൻസ് ആയിട്ടുള്ള എയ്ഡഡ് കോളേജിലാണ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്, കോളേജിലേക്ക് പരിഗണിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷനുകളൊക്കെ 10 തീയതിക്കകം ഓൺലൈനായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.